2019 10 വർഷത്തോളം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ്, അതായത് MCU, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച ആ ഒരു ഫ്രാഞ്ചൈസി $11 ബില്യൺ വരുമാനം ഉണ്ടാക്കിയത്. എൻ്റർടൈൻമെൻറ്റ് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു അത്. പക്ഷേ ഇതിൻ്റെ 3 ഇരട്ടിയിലധികം പണമുണ്ടാക്കിയ ഒരൊറ്റ വീഡിയോ ഗെയിം ഫ്രാഞ്ചൈസി ഉണ്ട്, $33 ബില്യൺ. സൂപ്പർ ഹീറോകളെ വെച്ചല്ല, മറിച്ചൊരു തോക്കിൻ്റെ ഡിജിറ്റൽ ശബ്ദവും ഒരു കൊലപാതകം ഉറപ്പിക്കുമ്പോൾ കേൾക്കുന്ന ആ ഒരു ഡിങ് എന്ന മണിനാദവും വെച്ച് പടുത്തുയർത്തിയ ഒരു സാമ്രാജ്യം. ഇതാണ് കോൾ ഓഫ് ഡ്യൂട്ടിയുടെ കഥ. പക്ഷേ ഇതൊരു പണത്തിൻ്റെ മാത്രം കഥയല്ല, ഇതൊരു വിപ്ലവത്തിൻ്റെ കൂടി കഥയാണ്. പിന്നീട് അതൊരു വലിയ സ്ഥാപനമായി മാറിയ കഥ കൂടി ഞാൻ പറയുന്നുണ്ട്. ഒരു അണ്ടർഡോഗായി തുടങ്ങി പിന്നീട് ഒരു ഏകാധിപതിയായി മാറിയ കഥ. ലോകത്തിലെ ഏറ്റവും വലിയ ഷൂട്ടർ ഗെയിം ഉണ്ടാക്കിയ 22 ഡെവലപ്പർമാർ ഒരുതരം കോർപ്പറേറ്റ് ചതിയിലൂടെ ആ കമ്പനി വിട്ടിറങ്ങി പുതിയൊരെണ്ണം ഉണ്ടാക്കാൻ തീരുമാനിച്ചതിൻ്റെ കഥ കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ വിധി വിപരീതമെന്നല്ലാതെ എന്തു പറയാൻ, അവർ ഉണ്ടാക്കിയ ആ പുതിയ തന്ത്രം, ആ ഭീമാകാരനായ സ്വത്തും അവസാനം അതിൻ്റെ ശില്പികൾക്കെതിരെ തന്നെ തിരിഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെയാണ് യുദ്ധത്തിൻ്റെ ഭീകരത കാണിക്കാൻ ഉണ്ടാക്കിയ ഒരു ഗെയിം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അഡിക്റ്റീവായ, ഏറ്റവും ലാഭമുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റായി മാറിയത്? അതിൻ്റെ ഏറ്റവും വലിയ വിജയം തന്നെ അതിൻ്റെ നാശത്തിൻ്റെ വിത്തുകൾ പാകിയത് എങ്ങനെയായിരുന്നു? കോൾ ഓഫ് ഡ്യൂട്ടിയെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ മുൻഗാമിയെയും ശത്രുവിനെയും മനസ്സിലാക്കണം. ദ മെഡൽ ഓഫ് ഓണർ. 2000-ൻ്റെ തുടക്കത്തിൽ മെഡൽ ഓഫ് ഓണർ ആയിരുന്നു രാജാവ്. സേവിങ് പ്രൈവറ്റ് റയാൻ പോലെയുള്ള സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഒരു ഗെയിം ഉണ്ടാക്കുന്നത്. 2ാം ലോക മഹായുദ്ധം പശ്ചാത്തലമാക്കിയ അതിൻ്റെ സിനിമാറ്റിക് ക്യാമ്പയിനുകൾ ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ എന്ന ജോണറിൻ്റെ തലവര തന്നെ മാറ്റി. എന്നാൽ ആ ഗെയിം ഉണ്ടാക്കിയ ഇൻകോർപ്പറേറ്റഡ് എന്ന സ്റ്റുഡിയോയിലെ ഒരു കൂട്ടം ഡെവലപ്പർമാർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു: ഈ രാജാവിനിപ്പോൾ അഹങ്കാരം കൂടിയിരിക്കുന്നു. അവർക്ക് ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരേ ഫോർമുലയിൽ കെട്ടിയിട്ടതുപോലെ തോന്നുന്നു. അങ്ങനെ 2002-ൽ അവരിൽ നിന്ന് 22 പേർ ആരും ചിന്തിക്കാത്തൊരു കാര്യം ചെയ്തു. അവർ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങി ഇൻഫിനിറ്റി വാർഡ് എന്ന പേരിൽ പുതിയൊരു സ്റ്റുഡിയോ തുടങ്ങി. അവരുടെ ലക്ഷ്യം ഒന്നായിരുന്നു: ഒരു മെഡൽ ഓഫ് ഓണർ കില്ലർ ഉണ്ടാക്കുക. ഇതൊരു വെറും ബിസിനസ് നീക്കമായിരുന്നില്ല, അതൊരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. ഒരു ഹിറ്റ് ഗെയിമിന് വേണ്ടി ദാഹിച്ചിരുന്ന ആക്ടിവിഷൻ എന്ന പബ്ലിഷർ അവർക്കിതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പണം നൽകി. അങ്ങനെ അവർ സർവ്വ കഴിവ് ഉപയോഗിച്ച് ആദ്യത്തെ ഗെയിം ഉണ്ടാക്കി. 2003-ൽ പുറത്തിറങ്ങിയ ആദ്യത്തെ കോൾ ഓഫ് ഡ്യൂട്ടി വെറും ഒരു മെച്ചപ്പെട്ട മെഡൽ ഓഫ് ഓണർ ആയിരുന്നില്ല, അതൊരു പുതിയ തുടക്കമായിരുന്നു. അത് യുദ്ധം കാണിച്ചത് ഒരൊറ്റ അമേരിക്കൻ ഹീറോയുടെ കണ്ണിലൂടെയുമല്ല, മറിച്ച് അമേരിക്കൻ, ബ്രിട്ടൻ, സോവിയറ്റ് പട്ടാളക്കാരുടെ കാഴ്ചപ്പാടുകൾ ഇതിലൂടെയൊക്കെ ആയിരുന്നു. അത് വളരെ റിയലിസ്റ്റിക് ആയിരുന്നു, അലങ്കോലമായിരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു സിനിമ കാണുന്ന ഫീൽ. ഒരു ഭീമാകാരമായ ഭയങ്കരമായ യന്ത്രത്തിലെ ഒരു ചെറിയ പൽചക്രം മാത്രമാണ് നമ്മളെന്ന് ആ ഗെയിം നമുക്ക് തോന്നിപ്പിച്ചു. അങ്ങനെ ഇറങ്ങിയ ആ ഒരു കൊലയാളി യഥാർത്ഥ മുൻപുള്ള രാജാവിനെ മുറിവേൽപ്പിച്ചിരുന്നു. പക്ഷേ ആ മുറിവ് മാരകമായിരുന്നില്ല. യഥാർത്ഥ വിപ്ലവം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ വേരുകൾ ചരിത്രത്തിലല്ല, മനഃശാസ്ത്രത്തിലാണ്. അതെ, എന്തുകൊണ്ടാണ് കോൾ ഓഫ് ഡ്യൂട്ടി കളി നിർത്തി എഴുന്നേറ്റ് പോകാൻ ഇത്രത്തോളം പാട്? ഉത്തരം: അത് വെറും രസമുള്ളത് കൊണ്ടാണ് എന്നല്ല. കാരണം അതൊരു കളി മാത്രമല്ല, സൈക്കോളജിക്കലി നമ്മളെ കൊടുക്കാൻ വേണ്ടി അതിവിദഗ്ധമായി ഡിസൈൻ ചെയ്തൊരു കെണിയാണ്. ഒരു ഫീഡ്ബാക്ക് ലൂപ്പ്. ഡിജിറ്റൽ കാലഘട്ടത്തിലെ ഒരു പെർഫെക്റ്റ് സ്കിന്നർ ബോക്സ്. ഒന്നാമതായി അതിൻ്റെ ശബ്ദവും ദൃശ്യവും വഴി കിട്ടുന്ന റിവാർഡ് സിസ്റ്റം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഉടൻ തന്നെ തൃപ്തികരമായ ഒരു പ്രതികരണം കിട്ടും. നിങ്ങളുടെ വെടിയുണ്ട ഒരു ശത്രുവിൻ്റെ ദേഹത്ത് കൊള്ളുമ്പോൾ കേൾക്കുന്നൊരു തപ്പെന്ന സൗണ്ട്, അതൊരു വെറും ശബ്ദമല്ല, നമ്മുടെ തലച്ചോറിൽ ചെറിയൊരു ഡോപ്പമിൻ റിലീസ് ചെയ്യിപ്പിക്കുന്ന കൃത്യമായി എഞ്ചിനീയർ ചെയ്തൊരു സൂത്രമാണ്. ഒരു ഹെഡ് ഷോട്ട് എടുക്കുമ്പോൾ കേൾക്കുന്ന ആ ഡിങ് ശബ്ദം അതിലും വലിയ സമ്മാനമാണ്. കൊള്ളാം, ഇനിയും ചെയ്യൂ എന്ന് ഗെയിം നമ്മളോട് പറയുന്നത് പോലെയാണിത്. സ്ക്രീൻ വിറയ്ക്കും, കൺട്രോളർ വിറയ്ക്കും. നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഓരോ മിനിറ്റിലും ഡസൻ കണക്കിന് തവണ ഉത്തേജിപ്പിക്കുകയും അഭിനന്ദിക്കുകയും സമ്മാനിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. രണ്ടാമത്, നമ്മളെപ്പോഴും മുന്നോട്ട് പോകുന്നു എന്നുള്ള തോന്നലാണ് ഉണ്ടാക്കുന്നത്. കോൾ ഓഫ് ഡ്യൂട്ടി 4 മോഡേൺ വാർഫെയർ അത് ഗെയിമിംഗ് ലോകത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു സിസ്റ്റമാണ് കൊണ്ടുവന്നത്: പെർസിസ്റ്റൻ്റ് മൾട്ടിപ്ലെയർ അൺലോക്ക്. മോഡേൺ വാർഫെയറിന് മുമ്പ് മൾട്ടിപ്ലെയർ മാച്ച് കഴിഞ്ഞാൽ എല്ലാം തീർന്നു. അടുത്ത മാച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ വീണ്ടും 0-ൽ നിന്ന് തുടങ്ങണം. പക്ഷേ ഇൻഫിനിറ്റി വാർഡിൻ്റെ ബുദ്ധി എന്തായിരുന്നു എന്ന് വെച്ചാൽ, അവർ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിനും, ഓരോ കൊലപാതകത്തിനും, ഓരോ അസിസ്റ്റിനും, ഓരോ ഫ്ലാഗ് പിടിക്കുന്നതിനും ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോയിൻറ്റ്സ് നൽകാൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് പോയിൻ്റ് കിട്ടും, നിങ്ങളുടെ ലെവൽ അപ്പാകും. പുതിയ തോക്കുകൾ, അതിൻ്റെ ഭാഗങ്ങൾ, പുതിയ ക്യാമഫ്ലാജ്, പെർക്ക് എന്ന് വിളിക്കുന്ന പുതിയ കഴിവുകൾ എല്ലാം നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. ഈ കളിയിൽ നിങ്ങൾ തോറ്റാലും ശരിക്കും നിങ്ങൾ തോക്കുന്നില്ല, നിങ്ങൾ അപ്പോഴും ഇമ്പ്രൂവ്ഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ തലച്ചോറ് എപ്പോഴും അടുത്ത അൺലോക്കിന് വേണ്ടി, അടുത്ത ലെവലിന് വേണ്ടി,
അടുത്ത പ്രസ്റ്റീജ് ചിഹ്നത്തിനു വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ആയിരക്കണക്കിന് മണിക്കൂറുകൾ കളിക്കാരെ പിടിച്ചിരുത്തിയ ആ ഒരു ലഹരിയുടെ വലയമായിരുന്നു അത്. അവസാനമായി അതിൻ്റെ സോഷ്യൽ ഫാക്ടർ. ഈ ഗെയിം ഒരു ഡിജിറ്റൽ ചായക്കട പോലെയാണ്. സ്കൂളോ ജോലിയോ കഴിഞ്ഞ് സുഹൃത്തുക്കളോ ഒത്തുകൂടുന്ന ഒരു സ്ഥലം. ഹെഡ്സെറ്റിലൂടെയുള്ള ചളിയടിയും ഒരുമിച്ച് ജയിക്കുന്നതിൻ്റെ സന്തോഷവും ദിവസങ്ങളോളം പറഞ്ഞു നടക്കുന്ന അപൂർവമായ ചില തമാശകളും ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്ന ഒരു ഹോബിയെ അത് ആഴത്തിലുള്ള ഒരു സാമൂഹിക അനുഭവമാക്കി മാറ്റി. നിങ്ങൾ വെറുമൊരു ഗെയിം കളിക്കുകയായിരുന്നില്ല, നിങ്ങൾ കൂട്ടുകാരുമായി ചാറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ സാമൂഹികമായി ചേർന്ന് നിൽക്കുന്നത് കോടിക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി ഈ ഗെയിം മാറ്റി. ഈ 3 കാര്യങ്ങളുടെ മിക്സാണ്, അതായത് തൽക്ഷണമായിട്ടുള്ള റിവാർഡുകൾ, നിരന്തരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, ആഴത്തിലുള്ള സോഷ്യൽ കണക്ഷൻസ്. ഇതാണ് ആർക്കും ചെറുക്കാൻ പറ്റാത്തൊരു സൈക്കോളജിക്കൽ കോക്ടെയിലായി മാറിയത്. ഈ ശക്തമായ സൈക്കോളജിക്കൽ എഞ്ചിൻ കയ്യിലുള്ളതുകൊണ്ട് കോൾ ഓഫ് ഡ്യൂട്ടിയുടെ വളർച്ച ഒരു കുതിച്ചുചാട്ടമായിരുന്നു. കോൾ ഓഫ് ഡ്യൂട്ടി 2, 3 എന്നിവയിലൂടെ രണ്ടാം ലോക മഹായുദ്ധ ഫോർമുലയിൽ അവർ പെർഫെക്ഷൻ കണ്ടെത്തി. പക്ഷേ ഇൻഫിനിറ്റി വാർഡ് അവരുടെ ഏറ്റവും വലിയ റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കുകയായിരുന്നു. മാർക്കറ്റിൽ മുഴുവൻ ചരിത്ര പശ്ചാത്തലമുള്ള ഷൂട്ടർ ഗെയിമുകളായിരുന്നു. പ്രേക്ഷകർ ഒരേ സെറ്റിംഗ് കണ്ട് മടുത്തിരിക്കുന്ന സമയം. അങ്ങനെ 2007 അവർ ഗെയിമിംഗ് ലോകത്തെ അടുത്ത 10 വർഷത്തെ നിർവചിക്കാൻ പോകുന്ന ഒരു ഡിസിഷൻ എടുത്തു. അവർ ചരിത്രത്തെ പിന്നിക്കളഞ്ഞു. കോൾ ഓഫ് ഡ്യൂട്ടി 4 മോഡേൺ വാർഫെയർ അതൊരു കൾച്ചറൽ ആറ്റം ബോംബായിരുന്നു. അത് ഷൂട്ടർ റോണറിനെ പിടിച്ചു വലിച്ച് 21ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ വേഗത, അതിൻ്റെ തീവ്രത, വാർത്തകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അതിൻ്റെ വിവാദപരമായ കഥകൾ, അതുവരെ ആരും കളിച്ചിട്ടില്ലാത്ത ഒന്നായിരുന്നു അത്. അതിൻ്റെ സിംഗിൾ പ്ലെയർ ക്യാമ്പയിൻ ഗെയിമിംഗ് ചരിത്രത്തിൽ എന്നേക്കും ഓർമ്മിക്കുന്ന നിമിഷങ്ങൾ സമ്മാനിച്ചു. ഡെത്ത് ഫ്രം എബോവ് എന്ന AC-130 മിഷൻ്റെ ഭയാനകരമായ റിയലിസം, മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടാളക്കാരൻ്റെ കണ്ണിലൂടെ കാണുന്ന ആ ഞെട്ടിക്കുന്ന ന്യൂക്ലിയർ വിസ്ഫോടനം, പിന്നെ എക്കാലത്തെയും മികച്ച സ്റ്റെൽത്ത് മിഷനായ ഓൾ ഗില്ലീഡ് അപ്പ്. പക്ഷേ സാമ്രാജ്യം പടുത്തുയർത്തിയത് അതിൻ്റെ മൾട്ടിപ്ലെയർ ആയിരുന്നു. ക്രിയേറ്റ് എ ക്ലാസ് സിസ്റ്റം, പെർക്കുകൾ, കിൽ സ്ട്രീക്കുകൾ അതവരുടെ സൈക്കോളജിക്കൽ മാസ്റ്റർ പീസിൻ്റെ ഒരു പൊതു സ്വഭാവമായിരുന്നു. ആദ്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പട്ടാളക്കാരനെയും നിങ്ങളുടെ ആയുധങ്ങളുടെ സ്വന്തം ശേഖരവും കളിയുടെ ശൈലിക്കനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റും. തുടർച്ചയായി 3 പേരെ കൊന്നാൽ നിങ്ങൾക്കൊരു UAV കിട്ടും. 5 പേരെ കൊന്നാൽ ഒരു എയർ സ്ട്രൈക്ക്, 7 പേരെ കൊന്നാൽ ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ. ഇത് വെറും റിവാർഡല്ല, അതൊരു പവർ ഫാൻറ്റസിയാണ്. അത് യുദ്ധക്കളത്തെ ഓരോ നിമിഷവും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഡൈനാമിക് സ്ഥലമാക്കി മാറ്റി. മോഡേൺ വാർഫെയർ ദശലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കുക മാത്രമല്ല ചെയ്തത്, അടുത്ത 15 വർഷത്തേക്ക് വരുന്ന ഒട്ടുമിക്ക ഷൂട്ടർ ഗെയിമുകളും കോപ്പിയടിക്കാൻ പോകുന്ന ഒരു ബ്ലൂ പ്രിൻ്റ് അതുണ്ടാക്കി. അതായിരുന്നു പുതിയ രാജാവ്. ഫ്രാഞ്ചൈസി അതിൻ്റെ സുവർണ്ണ കാലഘട്ടത്തിലേക്ക് അങ്ങനെ കടന്നു. 2009 മോഡേൺ വാർഫെയർ 2 ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ പോലെയായിരുന്നു. എൻ്റർടൈൻമെൻറ്റ് ലോകത്തെ എല്ലാ ലോഞ്ച് റെക്കോർഡുകളും അത് തകർക്കാൻ തുടങ്ങി. ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും കുപ്രസിദ്ധമായ വിവാദത്തിനും അത് കാരണമായി. നോ റഷ്യൻ എന്ന മിഷൻ. അതിൽ കളിക്കാരന് ഒരു എയർപോർട്ടിലേക്ക് ഭീകരാക്രമണം നടത്തുന്ന തീവ്രവാദികളുടെ കൂടെ കൂടാൻ സാധിക്കുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ അതിനെ വലിയൊരു വാർത്തയാക്കി. പക്ഷേ ആ വിവാദം അതിൻ്റെ പ്രശസ്തി കൂട്ടുകയേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ റോക്ക് സ്റ്റാറിൻ്റെ കഥ പറഞ്ഞ പോലെ. രണ്ടാമത്തെ സ്റ്റുഡിയോ ആയ ട്രയാർക്ക് 2010 ബ്ലാക്ക് ഓപ്സ് എന്ന ഗെയിം ഇറക്കി. ശീതയുദ്ധ കാലഘട്ടത്തിലെ ഒരു സ്പൈ ത്രില്ലർ. കാൾ ഓഫ് ഡ്യൂട്ടിക്ക് ക്രിയേറ്റീവായി വ്യത്യസ്തനാകാനും അതേസമയം കച്ചവടത്തിൽ ഒന്നാമനാകാനും കഴിയുമെന്ന് അത് തെളിയിച്ചു. അങ്ങനെ ആ യന്ത്രം ഇപ്പോൾ പണം അച്ചടിക്കുകയായിരുന്നു. അതിൻ്റെ പബ്ലിഷറായ ആക്ടിവിഷൻ 2 സ്റ്റുഡിയോകളെയും മാറി മാറി ഉപയോഗിച്ച് എല്ലാ വർഷവും ഓരോ ഗെയിം പുറത്തിറക്കാൻ തുടങ്ങി. എല്ലാ നവംബറിലും പുതിയ കോൾ ഓഫ് ഡ്യൂട്ടി വരും. എല്ലാ നവംബറിലും അത് സെയിൽസ് റെക്കോർഡുകൾ തകർക്കും. ആ സാമ്രാജ്യം ആർക്കും തോൽപ്പിക്കാനാകാത്ത ഒന്നാണെന്ന് തോന്നി. പക്ഷേ അതിൻ്റെ ഹൃദയത്തിൽ വിള്ളലുകൾ വീണു തുടങ്ങിയിരുന്നു. കോൾ ഓഫ് ഡ്യൂട്ടിക്ക് ജന്മം നൽകിയ അതേ വിപ്ലവം അതിൻ്റെ സൃഷ്ടാക്കളെ തന്നെ വിഴുങ്ങാൻ പോവുകയായിരുന്നു. 2010 തുടക്കത്തിൽ മോഡേൺ വാർഫെയർ 2 വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഇൻഫിനിറ്റി വാർഡിൻ്റെ സ്ഥാപകനായ വിൻ സാമ്പെല്ലയെയും ജെയ്സൺ വെസ്റ്റിനെയും ആക്ടിവിഷൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു മീറ്റിങ്ങിന് വിളിപ്പിച്ചു. ഒരു ബഹുമാനവുമില്ലാതെ അവരെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടു. സെക്യൂരിറ്റിക്കാർ വന്ന് അവരെ കെട്ടിടത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്നാണ് പറയുന്നത്. ഒഫീഷ്യൽ കാരണം കരാർ ലംഘനവും അനുസരണക്കേടും എന്നൊക്കെ ആയിരുന്നെങ്കിലും ശരിക്കുള്ള പ്രശ്നം പണവും ക്രിയേറ്റീവ് കൺട്രോളും റോയൽറ്റിയും ഒക്കെ ആയിരുന്നു. വെസ്റ്റും സാമ്പെല്ലയും ആരോപിച്ചത് അവർക്ക് കിട്ടാനുള്ള ഭീമമായ ബോണസ് തരാതിരിക്കാൻ ആക്ടിവിഷൻ അവരെ മനഃപൂർവ്വം പുറത്താക്കി എന്നുള്ളതാണ്. അതിന് പിന്നാലെ സംഭവിച്ചത് ഒരു കൂട്ട പലായനമായിരുന്നു. ഇൻഫിനിറ്റി വാർഡിലെ പ്രധാനപ്പെട്ട ഡെവലപ്പർമാരിൽ പലരും മോഡേൺ വാർഫെയർ എന്ന അത്ഭുതം സൃഷ്ടിച്ച ആളുകൾ അവരുടെ നേതാക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കമ്പനി വിട്ടിറങ്ങാൻ തുടങ്ങി. മെഡൽ ഓഫ് ഓണർ കില്ലർ അതിൻ്റെ സ്വന്തം പബ്ലിഷറാൽ കൊല്ലപ്പെട്ടു. തങ്ങളുടെ സ്വപ്നം പടുത്തുയർത്താൻ ഇറങ്ങി പുറപ്പെട്ട 22 വിപ്ലവകാരികൾ അവരുടെ സ്വന്തം സാമ്രാജ്യത്തിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഈ പിളർപ്പായിരുന്നു യഥാർത്ഥ പ്രശ്നങ്ങളുടെ ആദ്യത്തെ അടയാളം. ഫ്രാഞ്ചൈസി തുടർന്നു. പുതിയ ടീമുകൾ ആ പഴയ മാജിക് വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ പതിയെ പതിയെ അത് തകരാൻ തുടങ്ങി. എല്ലാ വർഷവും ഗെയിം ഇറക്കുന്നത് കാരണം ക്രിയേറ്റീവായിട്ട് ഒന്നും പുതിയതായിട്ട് ചെയ്യാൻ പറ്റാതെയായി. ഗോസ്റ്റ്സ്, അഡ്വാൻസ്ഡ് വാർഫെയർ പോലെയുള്ള ഗെയിമുകൾ പഴയതിൻ്റെ ആവർത്തനമായിട്ടാണ് പലർക്കും തോന്നിയത്.
ഒരു കാലത്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഫ്രാഞ്ചൈസി ഇപ്പോൾ അത് എതിർത്ത അതേ യാഥാസ്ഥികത്വത്തിൻ്റെ പ്രതീകമായി മാറി എന്നെല്ലാവരും പറഞ്ഞു. യഥാർത്ഥ തിരിച്ചടി വരുന്നത് 2016-ലാണ്. എന്തെങ്കിലും പുതുമ കൊണ്ടുവരാനായി കോൾ ഓഫ് ഡ്യൂട്ടി ജെറ്റ് പാക്കുകളും ചുമരിലൂടെയുള്ള ഓട്ടവും ബഹിരാകാശ യുദ്ധവുമൊക്കെയായി ഭാവിയിലേക്ക് ഒരുപാട് സഞ്ചരിക്കാൻ തുടങ്ങി. ആ വർഷത്തെ ഗെയിമായ ഇൻഫിനിറ്റ് വാർഫെയറിലെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ ആരാധകരുടെ പ്രതികരണം വളരെ രൂക്ഷമായിരുന്നു. യൂട്യൂബ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിയ ഒരു വീഡിയോ ആയിട്ടത് മാറി. കമ്മ്യൂണിറ്റി ഒറ്റ സ്വരത്തിൽ ഒരേ കാര്യം വിളിച്ചു പറഞ്ഞു: ഞങ്ങൾക്കിത് വേണ്ട. അതേ വർഷം എതിരാളിയായ ബാറ്റിൽ ഫീൽഡ് 1-ാം ലോക മഹായുദ്ധം പശ്ചാത്തലമാക്കി ബാറ്റിൽ ഫീൽഡ് 1 എന്ന ഗെയിം ഇറക്കി. ആ വ്യത്യാസം വളരെ വലുതായിരുന്നു. ആധുനിക കാലഘട്ടത്തെ പുലുകി ഒരു പ്രതിഭാസമായി മാറിയ കോൾ ഓഫ് ഡ്യൂട്ടി ആരും വേണ്ടാത്ത ഭാവിയിലേക്ക് പോയി വഴിതെറ്റിക്കുകയായിരുന്നു. ആദ്യമായി രാജാവിന് ചോര പൊടിഞ്ഞിരിക്കുന്നു. കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ഭരണകാലത്തിൻ്റെ സ്വാധീനം അളക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അത് ഗെയിമിനെ മാത്രമല്ല മാറ്റിയത്, അത് എൻ്റർടൈൻമെൻറ്റ് തന്നെ മാറ്റാൻ തുടങ്ങി. $60 ആനുവൽ ബൈയിങ്, സീസൺ പാസ് മോഡൽ, പിന്നീട് ഇൻഡസ്ട്രിയെ ഭരിക്കുന്ന മൈക്രോ ട്രാൻസാക്ഷനുകൾ, ഇതെല്ലാം ഗെയിമിംഗ് ലോകത്തൊരു സാധാരണ സംഭവമാക്കിയത് കോൾ ഓഫ് ഡ്യൂട്ടിയാണ്. അതൊരു ചെറിയൊരു ഹോബിയായിരുന്ന ഗെയിമിനെ സിനിമാ പ്രീമിയറുകൾ പോലെ അർദ്ധരാത്രി ലോഞ്ചുകളും ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന മാർക്കറ്റിംഗ് ബജറ്റുകളുമുള്ള ഒരു മുഖ്യധാര സാംസ്കാരിക സംഭവമാക്കി മാറ്റി. ആരാധകർക്ക് അതൊരു തലമുറയുടെ ഓർമ്മകൾ സമ്മാനിക്കാൻ തുടങ്ങി. മാപ്പുകളുടെയും ആയുധങ്ങളുടെയും പേരുകളടങ്ങിയ ഒരു പൊതുഭാഷ സൃഷ്ടിച്ചു. പക്ഷേ അതോടൊപ്പം തന്നെ ഒരുതരം വെറുപ്പും ആരാധകരുടെ മനസ്സിലുണ്ടാവാൻ തുടങ്ങി. നിർത്താതെയുള്ള പണം പിടുങ്ങൾ, പുതുമയില്ലായ്മ, ഇതൊരു കലയേക്കാൾ ഉപരി ഒരു കച്ചവടം മാത്രമാണ് എന്നുള്ള തോന്നൽ ആളുകൾക്കുണ്ടാകാൻ തുടങ്ങി. ഇതെല്ലാം പലരുടെ മനസ്സിൽ കല്ലുവടിയായി മാറി. ഇൻഫിനിറ്റ് വാർഫെയറിൻ്റെ പതനം ഈ തകർന്ന വിശ്വാസത്തിൻ്റെ നേരിട്ടുള്ള റിസൾട്ടായിരുന്നു. സാമ്രാജ്യം അതിൻ്റെ പ്രജകളെ കേൾക്കുന്നത് നിർത്തിയിരിക്കുന്നു. സൃഷ്ടിയുടെയും ചതിയുടെയും തകർച്ചയുടെയും വക്കോളം എത്തിയ ഈ ഇതിഹാസ കഥകളിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. 1. നിങ്ങളുടെ പ്രധാന ആശയം പെർഫെക്റ്റ് ആക്കുക. കോൾ ഓഫ് ഡ്യൂട്ടി അതിൻ്റെ ഏറ്റവും മോശം സമയത്തെ അതിജീവിച്ചതിൻ്റെ കാരണം അതിൻ്റെ അടിസ്ഥാനപരമായ ഓരോ സെക്കൻഡിലും അനുഭവപ്പെടുന്ന ആ ഷൂട്ടിംഗ് ഫീൽ എപ്പോഴും ഗംഭീരമായിരുന്നു എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി ഒരു ഉൽപ്പന്നം നല്ലതല്ലെങ്കിൽ എത്ര വലിയ മാർക്കറ്റിംഗ് നടത്തിയാലും അതിനെ രക്ഷിക്കാൻ പറ്റില്ല. 2. വിജയത്തിൻ്റെ അപകടം. കോൾ ഓഫ് ഡ്യൂട്ടി അതിൻ്റെ സ്വന്തം ഫോർമുലയുടെ ഇരകളായി മാറി. കോടിക്കണക്കിന് ഡോളർ ഉറപ്പ് നൽകിയ അതേ വാർഷിക റിലീസിംഗ് സൈക്കിൾ അതിനെ മികച്ചതാക്കിയ റിസ്ക് എടുക്കാനുള്ള കഴിവിനെയും പുതുമയെയും ഇല്ലാതാക്കി. വിജയം ചിലപ്പോൾ ഒരു സ്വർണ്ണക്കൂട് പോലെയാണ്. അത് നിങ്ങളെ പരാജയത്തിൽ നിന്ന് രക്ഷിക്കും, പക്ഷേ വളരുന്നതിൽ നിന്ന് തടയും. അവസാനമായി, ആരാധകരെ കേൾക്കുക, പക്ഷേ കൂടുതലായും അവരെ നയിക്കുകയാണ് വേണ്ടത്. ഇൻഫിനിറ്റ് വാർഫെയറിൻ്റെ തിരിച്ചടി ആക്ടിവിഷനെ പഠിപ്പിച്ചത് നിങ്ങളുടെ പ്രധാന ഉപഭോക്താക്കളെ അവഗണിക്കുന്നത് ആത്മഹത്യാപരമാണെന്നുള്ളതാണ്. അതേസമയം മോഡേൺ വാർഫെയറിലേക്കുള്ള ആദ്യത്തെ ചാട്ടം അവരെ പഠിപ്പിച്ചത് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് വരെ തങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പലപ്പോഴും പ്രേക്ഷകർക്ക് അറിയില്ല എന്നുള്ളതാണ്. സോ പഴയതിലുള്ള ആശ്വാസവും പുതിയതിലേക്കുള്ള ധൈര്യവും തമ്മിലുള്ള ബാലൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് യഥാർത്ഥ കല. ഇത് നമ്മളെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. കോൾ ഓഫ് ഡ്യൂട്ടിയുടെ കഥ അവസാനിച്ചിട്ടില്ല. തകർച്ചയുടെ വക്കിൽ നിന്നും ആക്ടിവിഷൻ ഒരു തീരുമാനമെടുത്തു. അവർ 2019 മോഡേൺ വാർഫെയർ സീരീസ് റീബൂട്ട് ചെയ്തു. ആരാധകർ കാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആ പഴയ റിയലിസ്റ്റിക് ഗെയിം പ്ലേയിലേക്ക് മടങ്ങി. അതൊരു വമ്പൻ വിജയമായിരുന്നു. അതിനുശേഷം അവർ വാർസോൺ എന്ന ഫ്രീ ടു പ്ലേ ബാറ്റിൽ റോയൽ ഗെയിം പുറത്തിറക്കി. അത് പുതിയ മാർക്കറ്റിംഗ് സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നു. ദശലക്ഷക്കണക്കിന് കളിക്കാരെ തിരികെ കൊണ്ടുവരാൻ അത് കാരണമായി. സാമ്രാജ്യം അതിജീവിക്കാൻ പഠിച്ചു എന്ന തോന്നൽ ആളുകൾക്കുണ്ടായി. പക്ഷേ ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കോൾ ഓഫ് ഡ്യൂട്ടി ജനിച്ചത് ഒരു ഫോർമുലയെ തകർക്കാനായിരുന്നു, ഒരു ക്രിയേറ്റീവ് ജയിലിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു. എന്നാൽ 2 പതിറ്റാണ്ട് കൊണ്ട് അത് തന്നെ പുതിയൊരു ഫോർമുല ഉണ്ടാക്കി അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത ഒരു പുതിയ ജയിലായി മാറി. അതിൻ്റെ അടുത്ത കാലത്തെ വിജയം ഒരു പുതിയ ഐഡിയയിൽ നിന്ന് വന്നതാണോ അതോ പഴയ പ്രതാപത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കിട്ടിയ ഒരു ഭാഗ്യം മാത്രമാണോ എന്നതാണ് സംശയം. ഇതൊരു തുടക്കത്തിൻ്റെ കഥയാണോ അതോ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുന്ന ഒരു വിപ്ലവത്തിൻ്റെ കഥയാണോ? എക്കാലവും സ്വന്തം ചരിത്രത്തെ തന്നെ കുഴിച്ചെടുത്ത് മിനുക്കി ലാഭമുണ്ടാക്കി വിൽക്കാൻ വിധിക്കപ്പെട്ട ഒന്നായിരിക്കാം കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ആത്മാവിന് വേണ്ടിയുള്ള ഈ യുദ്ധം. ഒരുപക്ഷെ അതായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ യുദ്ധം. നന്ദി.